ശ്രീ സുരേഷ് കുമാർ, ഇവിടെ പോറ്റി പക്ഷെ അറസ്റ്റിലായി എന്ന് കരുതി CPM ഇതിലുള്ള ഉത്തരവാദിത്വം ഇപ്പോഴും കഴിയാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ പറഞ്ഞ പത്മകുമാർ അടക്കം, വാസു അടക്കം, വിജയകുമാർ അടക്കം പാർട്ടി നടപടി ഒന്നുമില്ലാതെ ഇപ്പോഴും ജാമ്യമില്ല, ജയിലിനകത്ത് കിടക്കുക. നിങ്ങൾക്ക് എന്താണ് പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് മാറ്റാൻ സമയമായില്ല എന്ന് പരിഹസിക്കാനുള്ള എന്താ അവകാശമാണ് ഇപ്പോഴും ഉള്ളത് ശ്രീ സുരേഷ് കുമാർ? അല്ല, ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരിക്കലും CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ അറസ്റ്റായിരുന്നാലും ശരി, കേസിൻ്റെ അന്വേഷണ പരിധിയായിരുന്നാലും ശരി, അത് ചില മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്ന ദുർവാശി ചില ആളുകൾ പിടിക്കുന്നത്, അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി ഒഴിഞ്ഞു മാറിയാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഇവിടെ മുന്നോട്ട് വച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഈ പോറ്റിയും അതുപോലെ തന്നെ തന്ത്രി പോറ്റിയെ അനുഗമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ടോ അവിടെ കടന്നു വരുമ്പോൾ, ശബരിമലയുടെ ശ്രീകോവിലേക്ക് കടന്നു വരുമ്പോൾ, അന്ന് അവിടെ നേതൃത്വം കൊടുത്തിരുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ബോധപൂർവം മറച്ചു പിടിക്കുകയാണ്. അതിൽ തന്നെ വ്യക്തമായ ദുഷ്ടലാക്കുണ്ട്. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ വളരെ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഇനിയിപ്പോൾ രാഹുൽ ഈശ്വർ എന്തെല്ലാം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചാലും ശരി, അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു വാക്ക് ഫ്ലിംസി സെക്ഷൻസ് എന്നാണ്. ദുർബലമായ വകുപ്പുകൾ ഉപയോഗിച്ചാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ അങ്ങനെ നമ്മൾ വകുപ്പുകൾ എടുത്തു വെച്ച് ഇപ്പം തന്നെ പരിശോധന നടത്തി വിധി തീർപ്പാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇത്രയും എക്സ്ട്രീമിസ്റ്റ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അദ്ദേഹം മാത്രമല്ല, പല ആളുകളും എക്സ്ട്രീമിസ്റ്റായി ജനങ്ങളുടെ ചിന്തയെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്, പത്രത്തിൽ നിന്ന് വായിച്ചത്, SITയുടെ അന്വേഷണം അല്ലെങ്കിൽ SITയുടെ പരിശോധന തന്ത്രിയുടെ വീട്ടിൽ ഉണ്ടാകുമെന്നാണ്. ആ തന്ത്രിയുടെ വീട്ടിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്ത്രിയുടെ വീട് സന്ദർശിക്കുകയാണ്. ഇവിടെ CPM-ന്റെ ഏതെങ്കിലും ഒരു അനുഭാവി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി ആ വീട് സന്ദർശിച്ചാൽ, ഹാഷ്മി, ഞാൻ നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട്, ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളോട് ഞാൻ വിയോജിക്കുന്നു. നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുന്ന, ആക്രമിക്കുന്ന രീതി ഇതായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതാണ് മാധ്യമങ്ങൾ സെലക്റ്റീവ് ആകുന്നത്. മാധ്യമങ്ങൾ പോലും വിവേചനത്തോടു കൂടി ഇടപെടുന്നു എന്ന് CPM-ന്റെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നത്തെ മാധ്യമങ്ങൾക്കാർക്കും വാർത്തയായിട്ടില്ല. BJPയുടെ ജില്ലാ പ്രസിഡന്റ് SITയുടെ പരിശോധനയ്ക്ക് മുൻപായി ആ വീട് സന്ദർശിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പൊയ്യേ മതിയാകൂ എന്ന ഭാഷ്യമാണ്, നിർവചിക്കലാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം കൃത്യമായ പക്ഷപാതിത്വമുണ്ട്, ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ലൈനുണ്ട്. ആ ലൈൻ എന്ന് പറയുന്നത്, അന്വേഷണം ഇന്ന വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ, അല്ലെങ്കിൽ ഞങ്ങളിതിനെ തെറ്റിദ്ധരിപ്പിക്കും. കേരളത്തിൻ്റെ ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഇങ്ങനെ ഈ കേസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയവരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിലുള്ള സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ അത്തരം ചില തെളിവുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഹൈക്കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു, ബാഹ്യ ഇടപെടലുകൾ ഈ അന്വേഷണത്തിലില്ല. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞത്, ഇപ്പോൾ ഞാനും രാഹുൽ ഈശ്വറും ഏകദേശം ഒരേ ലൈനിലേക്ക് എത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞത് ട്രയൽ വരട്ടെ, ഞങ്ങളൊന്ന് ട്രയൽ വരട്ടെ എന്ന് വരെ ഞങ്ങൾ പറയുന്നില്ല. കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ ഈ കേസിൽ പങ്കാളികളായിട്ടുള്ള CPM-ന്റെ അനുഭാവികളെല്ലാം, സുരേഷ് കുമാർ, ഇവിടെ തന്ത്രിയുടെ അറസ്റ്റിൽ അങ്ങനെ ആഹ്ലാദം പരസ്യമായി പ്രകടിപ്പില്ല. പക്ഷേ ഈ പോറ്റിയെ കേറ്റിയെ പാട്ട് പാടുന്നതിൽ കോൺഗ്രസ് ആവേശമില്ല, നെമ്പിരാഷ് അടക്കം പറയുന്നുണ്ട്. നോക്കൂ ശ്രീ D സുരേഷ് കുമാർ, ഇവിടെ നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇവിടെ എന്തോ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ്, വീഴ്ച, എന്തോ ചെറിയ കുറ്റം പത്മകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളുന്ന ഉത്തരവിൽ കോടതി പറയുന്നത് എന്താണെന്നറിയോ? This is a criminal act performed under the color of authority, which in reality is committed with the intention of causing unlawful gain to the accused persons and corresponding unlawful pecuniary loss to Travancore Devasam Board. അതിനു മുമ്പ് SIT പറയുന്നത് എന്താണെന്നറിയോ? എന്ന് പറയുന്നത് എന്താണ്? ഈവൻ ദ പ്രൊസീജിയർ ഓഫ് ഇത് ഇന്റൻഷനലി, ഡെലിബറേറ്റ്ലി പത്മകുമാറിനെ കൂട്ടുമെന്നാണ് പറയുന്നത്. കോടതി പറയുന്നത് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ഈ കള്ളന്മാർക്ക് അൺലോഫുൾ ഗെയിൻ ഉണ്ടാവാൻ തരത്തിൽ ഇന്റൻഷനലി, ബോധപൂർവം പല കാര്യങ്ങൾ എഴുതി ചേർത്തത് കോടതി ഉത്തരവ് പറയാണ്. D സുരേഷ് കുമാർ, അത്രയും കുറ്റം ചെയ്ത ആൾക്കെതിരെ പ്രാഥമികമായി ഈ പറയുന്ന രീതിയിൽ എന്താണ്
സത്യം തെളിയും വരെ തൽക്കാലം ഒന്ന് താഴോട്ട് പോ എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിച്ചിട്ടില്ല ഇതുവരെ. അല്ല, ഇവർക്കുണ്ടായിട്ടുള്ളത് ഉത്തരവാദിത്വത്തിലുള്ള ലാപ്സ് ആണോ, അതല്ലെങ്കിൽ ഇവർ ക്രിമിനൽ കോൺസ്പിറസിയിൽ ഇപ്പോൾ തന്ത്രിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കാളിയായിട്ടുണ്ടോ, അതല്ല ഈ കുറ്റവാളികൾക്ക് അവിടെ വിരാജിക്കുന്നതിന് വേണ്ട ഒത്താശ ഇവരോടൊപ്പം കൂട്ടുനിന്നുകൊണ്ട് ജോയിൻറ്റ് ലയബിലിറ്റി ഇവർക്കുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പുറത്ത് വന്നു കഴിഞ്ഞാൽ ഹാഷ്മി, ഉറപ്പാണ് ഇത്തരം ആളുകൾക്ക്, അത് ആരായിരുന്നാലും ശരി, എത്ര ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവരായിരുന്നാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇവർക്ക് അധിക നാൾ തുടർന്നു പോകാൻ കഴിയുകയില്ല എന്നാണത്. ഫാക്ടിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യം. മറുഭാഗത്ത് നിങ്ങൾ ആലോചിച്ചു, SIT പറയാണത്, അത് കോടതി പറയുകയാണ്. അത് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റർ പത്മകുമാർ കമ്മിറ്റഡ് ഗ്രേവ് ഒഫീഷ്യൽ മിസ്കണ്ടക്ട് ബൈ ഡെലിബറേറ്റ്ലി മേക്കിംഗ് ഫോൾസ് എൻട്രീസ് ഇൻ ഒഫീഷ്യൽ കറസ്പോണ്ടൻസസ്. മിസ്റ്റർ പത്മകുമാർ കമ്മിറ്റഡ് ഗ്രേവ് ഒഫീഷ്യൽ മിസ്കണ്ടക്ട് ബൈ ഡെലിബറേറ്റ്ലി മേക്കിംഗ് എന്താണ് ഫാൾസ് എൻട്രീസ്. കള്ളത്തരം കാണിച്ചു എന്നാ പറയുന്നത്. അല്ലാതെ ഈ പറഞ്ഞ അവിടെ ദേവസ്വം അധ്യക്ഷനായിരിക്കെ അറിയാതെ ഉണ്ടായ നോട്ടപ്പിഴവ് എന്നല്ല. കള്ളത്തരം കാണിച്ച് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു പത്മകുമാർ എന്ന് തന്നെ കോടതിയും SIT ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ല? ഒരു പേര് നടപടിക്ക് നിങ്ങൾ തയ്യാറാവുന്നില്ല. എന്താണെന്ന കാര്യം സംബന്ധിച്ച് ഹാഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആ ഫാൾസിനെ സംബന്ധിച്ച് അത് ക്ലറിക്കൽ ലാപ്സ് ആണോ അതോ ജോയിന്റ് ലയബിലിറ്റി ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനാ നടപടി എന്ന് പറഞ്ഞാൽ ആ സഖാവിൻ്റെ മരണമാണ്, ആ സഖാവിൻ്റെ സംഘടനയ്ക്കുള്ളിൽ നിന്നുള്ള മരണമാണ്. ആ സഖാവിന് പിന്നെ തിരിച്ചു പ്രവേശിക്കണമെങ്കിൽ വളരെ വിരളമായി മാത്രമേ അത് മിസ്റ്റർ പത്മകുമാർ കമ്മിറ്റഡ് ഗ്രേവ് ഒഫീഷ്യൽ മിസ്കണ്ടക്ട് ബൈ ഡെലിബറേറ്റ്ലി എന്നാൽ ബോധപൂർവം deliberately making false entries in official correspondences which ultimately led to the misappropriation of gold, thereby causing irreparable unlawful financial loss and reputation to TDB. എന്ന് പറഞ്ഞാൽ ബോധപൂർവം നടത്തിയ ഇടപെടലിലൂടെ ദേവസ്വം ബോർഡിനും വിശ്വാസികൾക്കും വലിയ നഷ്ടമുണ്ടായി എന്ന് പറയുകയാണ്. നിങ്ങൾക്കൊന്നും ബോധ്യമാവില്ല ഇപ്പോഴും. അതെങ്ങനെയാണ് ഞാൻ ബോധ്യമില്ലായ്മ ഉണ്ടാവുന്നത്? അല്ല, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒട്ടനവധിയായി ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അത് CPM-മായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കെതിരെ ഉണ്ടായതിനെ മാത്രം പർവ്വതീകരിച്ച് കാണിക്കുകയും, മറുഭാഗത്ത് ഇപ്പോൾ രണ്ട് നേതാക്കന്മാർ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഈ കേസിൻ്റെ നിർണായക ഘട്ടത്തിൽ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞത് ഈ കേസിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല. അത് ആർക്കെതിരായിട്ടുള്ള പരാമർശമായി നമുക്കതിനെ വിലയിരുത്താം. ഞാൻ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണം അതിൻ്റെ കൃത്യമായ വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബഹുമാന്യനായ ശ്രീ രാഹുൽ ഈശ്വർ ഇന്നലെ പറഞ്ഞതല്ല, അല്ലെങ്കിൽ മെനിഞ്ഞാന്ന് അടിച്ചിരിക്കുകയാണ്. അത് വിദണ്ഡവാദമാണ്, അദ്ദേഹത്തിന്റെ ബന്ധുവാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അയ്യപ്പനേക്കാൾ വലുതാവില്ല ഒരു ബന്ധുവും. സുരേഷ് കുമാർ, നമ്മുടെ ചോദ്യം അപ്പോഴും പ്രസക്തമായി നിൽക്കുന്നത് എന്താണ്? ഇപ്പൊ സുരേഷ് കുമാർ പറയുന്ന അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്ന പറയാണ്. അതേ SIT പറയുകയാണ് ഈ പത്മകുമാർ എന്ന് പറയുന്ന ഡെലിബറേറ്റ്ലി ചെയ്ത ഉടായ്പ കാരണം ഒരുപാട് നഷ്ടമുണ്ടായെന്ന് പറയാണ്. CPM-ന് അതേ SIT പറയുന്ന ബോധ്യമല്ല. ആ ബോധ്യമില്ലായ്മ സംശയാസ്പദമാണ് സുരേഷ് കുമാർ. അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയുടെ ഗ്രാവിറ്റിയെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം വരുന്ന മുറയ്ക്ക് അത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഘടകങ്ങൾ പരിശോധിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട സംബന്ധിച്ച് കൃത്യമായി പറയും. ഒട്ടും അമാന്തിക്കാതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹാഷ്മി, ഒട്ടും അമാന്തിക്കാതെ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി മറുപടി പറയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ വിട്ടുപോകുന്നൊരു ചെറിയ പ്രധാനപ്പെട്ട പോർഷനുണ്ട്. അതെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഇതിനകത്തെ പങ്കാളിത്തത്തെ സംബന്ധിച്ചാണ്. ആ പങ്കാളിത്തം എന്ന് പറയുന്നത് ഇദ്ദേഹം കീഴ്ശാന്തിയായതും അവിടുത്തെ കഴകമായതും പിന്നീട് കീഴ്ശാന്തിയായതും പിന്നീട് മേൽശാന്തിയായി ഉയർത്തപ്പെട്ടതുമൊക്കെ കോൺഗ്രസ് ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകുന്ന സമയത്തും കേരളത്തിൽ UDF-ന് കോൺഗ്രസ്സിന് കേരളത്തിൻ്റെ ഭരണമുണ്ടായിരുന്ന സന്ദർഭത്തിലുമാണ്. ബോധപൂർവം മറക്കപ്പെടുകയാണ്. ഈ പങ്കാളിത്തം LDF-ൻ്റെ കാര്യത്തിലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആക്രമണം ഈ രൂപത്തിൽ ആയിരിക്കുകയില്ല. ഞാൻ ഈ ആക്രമണത്തെ സ്വാഗതം ചെയ്യുകയാണ്. തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തിരുത്തപ്പെടുക തന്നെ വേണം. അതുകൊണ്ടാണല്ലോ ജയകുമാർ സാർ വളരെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരു ക്ലീൻ ഇമേജുള്ള ജയകുമാർ സാർ വളരെ പെട്ടെന്ന് കേരളത്തിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി കേരളത്തിൻ്റെ
മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് അദ്ദേഹത്തെ അവിടെ പോസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടത്. അത് നല്ല കാര്യമാണ്. പ്രശാന്ത് ഇറങ്ങി പോകേണ്ട ആൾ തന്നെയാണ്. ഒരു തർക്കമല്ല കാര്യം. എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യാതൊരു തർക്കമില്ല. ഈ പറയുന്ന കൊള്ളയ്ക്ക് കൂട്ടുന്നു കോടതിയെ സംശയിക്കുന്ന പ്രശാന്ത് ഇറങ്ങി പോകേണ്ടത് തന്നെയാണ്. ജയകുമാർ സാർ അദ്ദേഹത്തിന് പണി ചെയ്യട്ടെ. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ തെളിവുണ്ടായിട്ടും ഈ പറയുന്ന എല്ലാ ആരോപണവും ഉണ്ടായിട്ടും കോടതി പറഞ്ഞിട്ടും SIT പറഞ്ഞിട്ടും നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾക്കെതിരെ പേരിന് നടപടിയില്ല എന്ന് പറയുന്നതിന് ഇതൊന്നും ന്യായമല്ല കേട്ടോ ശ്രീ സുരേഷ് കുമാർ. പേരിനൊരു നടപടി ഇപ്പോ അങ്ങനെ പറയാം, സംഘടനാ മരണമെന്ന് പറയാണ്. വേണ്ടെന്നേ, പുറത്താക്കണ്ട, തരം താഴ്ത്താലോ, ദിവ്യ തരം താഴ്ത്തിയ പോലെ. അല്ലല്ല, അത് ഏത് രൂപത്തിലുള്ള സംഘടനാ നടപടി എടുക്കണമെന്നതിനെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു മാർഗരേഖ പ്രകാരമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആ മാർഗരേഖയിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ പാർട്ടിക്ക് ഇക്കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ സംഘടനാപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങൾക്കനുസരിച്ച് ഈ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് പോലും നിങ്ങളുടെ ആക്രമണം ശരിയായ രൂപത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിലയിരുത്തൽ വിമർശനം ശരിയായ രൂപത്തിൽ സംഭവിച്ചിരുന്നു എങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധന നടത്താനിരുന്ന വീട്ടിലേക്ക് അതിനു മുൻപായി BJP-യുടെ ജില്ലാ പ്രസിഡന്റും പരിവാരങ്ങളും പാഞ്ഞെത്തിയതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനത സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുകയാണ്. ഒരു വരി വിമർശന ബുദ്ധിയാൽ വിശദമാക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകാതിരുന്നത് ഇക്കാര്യത്തിലെ അവരുടെ സെലക്റ്റീവ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.